രക്ഷയില്ല. നല്ലൊരു പ്രത്യേകിച്ച് ലാസ്റ്റത്തെ ഫൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ലാലേട്ടനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ആന്റണി ചേട്ടന്റെ മോൻ ഗംഭീര പെർഫോമൻസ് ആണ്. അത്യാവശ്യം തന്നെ കത്തിയാണ്. ലാലേട്ടന്റെ കാമിയോ നന്നായിരുന്നു. കുറെ നാൾക്ക് പഴയ ഒരു ലാലേട്ടന്റെ സ്റ്റൈൽ കാണാൻ പറ്റിയത്. നല്ല സിനിമ, ശരിക്കും നല്ല സിനിമ. അടിപൊളി പടം, നന്നായിട്ടുണ്ട്. വിസ്മയം കൊള്ളാം. ലാലേട്ടനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ആന്റണി ചേട്ടന്റെ മോൻ ഗംഭീര പെർഫോമൻസ് ആണ്. കിട്ടില്ല ആക്ഷൻ മൂവി. എന്തെങ്കിലും കാണാൻ എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണുക. ഈ ഓണത്തിന് നല്ലൊരു സിനിമ ആ ടീമിൻ്റെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും നന്നായിട്ട്, ലാലേട്ടൻ നന്നായിട്ട് തന്നെ ചെയ്തു. രണ്ടുപേരുടെ കോമ്പോ കൊള്ളാം. അങ്ങനെ ത്രൂ ഔട്ട് ഇല്ല, ലാലേട്ടൻ ജസ്റ്റ് ഒരു ചെറിയ ഇതില്ല. പിന്നെ ആക്ഷൻ ഓറിയന്റഡ് മൂവിയാണ്. തിയേറ്റർ മൊത്തത്തിൽ കത്തിച്ചു. അത്യാവശ്യം തന്നെ കത്തിച്ചു. ഹൈ നൽകുന്ന മൂമെന്റ്സ് ക്ലൈമാക്സ് എടുക്കുമ്പോൾ നന്നായി. ലാലേട്ടന്റെ കാമിയോ നന്നായിരുന്നു. കുറെ നാൾക്ക് പഴയ ഒരു ലാലേട്ടന്റെ സ്റ്റൈൽ കാണാൻ പറ്റിയത്. വിസ്മയുടെ ആക്ഷൻ സീൻ അടിപൊളിയാണ്. ലാലേട്ടന്റെ ലാലേട്ടൻ അടിപൊളിയാണ്. ഓക്കെ, പെമ്പിള്ളേര് കാണേണ്ട പടാ. ഇന്റർവ്യൂലൊക്കെ ഭയങ്കര തരംഗമായിരുന്നു. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ആന്റണി പെരുമാറിന്റെ മോഹൻലാൽ വിസ്മയുടെ ഇതിന്റെ ഒരു ഗംഭീര തുടക്കം തന്നെയാണെന്ന് എനിക്ക് എടുത്ത് പറയാം. പിന്നെ ലാലേട്ടന്റെ ക്യാമിയോ തൂക്കി എന്ന് പറയാം. ഫൈറ്റൊക്കെ കിട്ടൂ, രക്ഷയില്ല. നല്ലൊരു പ്രത്യേകിച്ച് ലാസ്റ്റത്തെ ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ലാലേട്ടന്റെ കഫയിലെ ഫൈറ്റ് കിടുവായിരുന്നു. നമ്മൾ നേരത്തെ റൂമറിൽ കേട്ട പോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പറയാൻ എല്ലാം പോയി കണ്ടുവെക്കാം. ഞെട്ടിച്ചു. വിസ്മയുടെ ഒപ്പം ആന്റണി പെരുമാറിന്റെ മോന്റെ വില്ലൻ വേഷം ഞെട്ടിച്ചെന്ന് പറയാം. കിട്ടില്ല. തുടക്കം എന്ന് പറഞ്ഞാൽ തുടക്കം എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഒരാളുടെ തുടക്കത്തിന് എങ്ങനെയാണോ പുറത്തേക്കണം, അതാണ് തുടക്കം. ശരിക്കും നല്ല ഒരാൾക്ക് തുടങ്ങാൻ പറ്റിയ രീതിയിൽ നല്ല രീതിയിൽ തുടങ്ങും. ഓവറോള് നല്ല ക്യാരക്ടറാണ്, നല്ല സ്റ്റോറി ലൈനാണ്. എല്ലാം കൊണ്ടും ഫാമിലി ആയിട്ടുള്ള അടിപൊളി ഇന്നത്തെ സമൂഹത്തിലെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഈ സിനിമ. ശരിക്കും റെലവെന്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് കാണിക്കുന്നുണ്ട്. മെയിനായിട്ടും ഫീമെയിൽസ് നേരിടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളെങ്ങനെ എതിർക്കാം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ലഹരി കാണിക്കുന്നുണ്ട്. എല്ലാം ശരിക്കും സാമൂഹികമായിട്ട് എല്ലാവരും കണ്ടിരിക്കേണ്ടതും നല്ലൊരു മെസ്സേജ് തരുന്നത് നല്ല സിനിമ, ശരിക്കും നല്ല സിനിമ.